ഹായ്, പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തിയേറ്ററിൽ എട്ടുന്നില പൊട്ടെ ഇപ്പം ആമസോൺ പ്രൈം വീഡിയോയിൽ OTT റിലീസ് ചെയ്ത സിനിമ ലവ്ലി. ലവ്ലിയുടെ റിവ്യൂലോട്ടാണ്. ഡയറക്ടർ, റൈറ്റർ ദിലീഷ് നായർ. നിങ്ങൾ ഇത് എന്തോ ഉദ്ദേശിച്ചത്? എനിക്കിതിനായിട്ടും പടം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തോ ഉദ്ദേശിച്ചതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. എന്ത് ഊളത്തരമാണ് എഴുതി വെച്ചേക്കുന്നത്, എന്തുവാണ് ഡയറക്ഷൻ ചെയ്ത് വെച്ചേക്കുന്നത്? എനിക്ക് ഈ പടം കണ്ടിട്ട് എനിക്കൊന്നും നിങ്ങൾ ഉദ്ദേശിച്ച ടീം എന്തോ തേങ്ങയാണെന്ന് പോലും ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് മനസ്സിലായില്ല. എന്തുവാ കാണിച്ച് വെച്ചേക്കുന്നത്? ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ശരണ്യയുണ്ട്, രണ്ടുപേർ ചേർന്നാണ്, അമർ രാമചന്ദ്രനും. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴൽപ്പണമോ അല്ലെങ്കിൽ കള്ളക്കടത്തോ അങ്ങനെ എന്തെങ്കിലും വന്ന പൈസയാണോ? എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ. കാരണം ഇതേപോലെയുള്ള പൈസ മുടക്കുമ്പം, ഇതുപോലെയുള്ള സിനിമയ്ക്ക് പൈസ മുടക്കുമ്പോൾ അതൊന്നും ആലോചിച്ച് നോക്കണം. പൈസ കളയാനാണെങ്കിൽ കുഴപ്പമില്ല, ഇതുപോലത്തെ പടത്തിന് തല വെച്ച് കൊടുത്താൽ മതി. അതാണ് ഞാൻ ചോദിച്ചത്. ഇതിൻ്റെ സിനിമാട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ആഷിക് കപൂർ ആയിരുന്നു ഇതിൻ്റെ സിനിമാട്ടോഗ്രാഫി. എനിക്ക് ചില സീനിൽ പുള്ളിയുടെ സ്ഥിരം പണി ഉണ്ടല്ലോ, ബൾബിനകത്ത് ഏറ്റവും കൂടുതൽ വെട്ടത്തിനകത്തൊക്കെ കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതായിരിക്കും പുള്ളിയുടെ സിനിമാട്ടോഗ്രാഫി ഇതിനകത്ത് കാണിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഉള്ള കാര്യം പറയാമല്ലോ. പിന്നെ മ്യൂസിക് ചെയ്തേക്കുന്നത് വിഷ്ണു വിജയും ബിജിപാലും. എന്തൊരു ഊളം മ്യൂസിക്കാണ് എഴുതി വെച്ചേക്കുന്നത്. ടോട്ടലി പറഞ്ഞാൽ ഇതെല്ലാം ഇവരെല്ലാവരും നല്ലൊരു ടീമായിരുന്നു. ആ ടീമിനെ വെച്ച് നല്ലോണം യൂസ് ആക്കാത്ത ഒരു കച്ചറ ഒരു സ്ക്രിപ്റ്റും ഒരു സിനിമയായിട്ടാണ് എനിക്ക് ലവ്ലി തോന്നിയത്. കാസ്റ്റിങ്ങിലോട്ട് വരുവാണെങ്കിൽ ഇതിനകത്ത് മാത്യു തോമസ് ഉണ്ട്, പിന്നെ ബാബുരാജ് ഉണ്ട്. ഏറ്റവും നല്ല റോളാണേ, നമുക്ക് വഴിയെ പറയാം. പിന്നെ മനോജ് കെ ജയനുണ്ട്, പിന്നെ ഒരു ഈ ഈച്ചയ്ക്ക് തന്നെ പേരുദോഷം ഉണ്ടാക്കി കൊടുത്ത ഒരു സിനിമ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കച്ചറ പ്രൊമോഷൻ വന്നിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈച്ച രാജമൗലി അറിഞ്ഞോന്ന് തന്നെ അറിയത്തില്ല. ഇതിൻ്റെ ലാഭവീതം ഈച്ചയുടെ ടീമിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 2011 അങ്ങോട്ട് ഇറങ്ങിയ സിനിമയാണെന്ന് തോന്നുന്നു, 11 12 ആ സമയത്ത് അങ്ങോട്ട് ഇറങ്ങിയ സിനിമയായിരുന്നു ഈച്ച, രാജമൗലി ഡയറക്ഷൻ ചെയ്ത. ഇതിനകത്ത് നിന്ന് എവിടെ ലാഭം കൊടുക്കാനാ? ഈ 1000 രൂപ കിട്ടിക്കാണുമായിരിക്കും ഏറ്റവും കുറഞ്ഞത്. ആ 1000 രൂപയ്ക്ക് ലാഭം കൊടുക്കണമെന്ന് പറഞ്ഞാൽ എവിടുത്തെ നാണമില്ലല്ലോ. അത് രാജമൗലി അറിഞ്ഞുപോലും കാണത്തില്ല. നിങ്ങൾ ഉണ്ടാക്കിയ കച്ചറ പ്രൊമോഷനാണ്. പിന്നെ മാത്യു തോമസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിയുടെ ക്യാരക്ടർ എന്തുവാണെന്ന് എനിക്ക് സിനിമ കണ്ടിട്ട് പിടികിട്ടുന്നില്ല. ഓരോ സീനിലും മാറിയാണ് കാണിച്ചു വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഈ റൈറ്റർ അങ്ങനെ. പിന്നെ പുള്ളിക്ക് ആക്ടിങ്ങിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. രണ്ടാമത്തെ സിനിമ തണ്ണീർമാത്തൻ തീരം തൊട്ട് ഇപ്പം വരെ എടുത്ത് തോന്നി പുള്ളിക്ക് ആ തണ്ണീർമാത്തൻ തീരത്തിനകത്ത് ആ ആക്ടിങ്ങിൽ നിന്ന് മേളിലോട്ട് പുള്ളി കയറിയിട്ടില്ല. പുള്ളിയുടെ സ്ഥിരം പരിപാടി തന്നെ കാണിച്ചു വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ഒരു എക്സ്പ്രഷൻ ആയാലും ഒരു ആക്ടിങ് ബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിനകത്ത് പുള്ളിയുടെ ആദ്യമേ കാണിക്കുന്നുണ്ട്, പുള്ളിയുടെ ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഒരു പോച്ച വെട്ടുന്ന ഒരാളായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ജോലിയാണ് ട്രിം ചെയ്ത് കളയുന്ന ഗ്രാസൊക്കെ. അപ്പോൾ അതേപോലെ തുടങ്ങി. പിന്നെ അച്ഛൻ മരിച്ച ഇതിൽ LD ക്ലർക്ക് ആകുന്നത്. നമ്മൾ വിചാരിക്കും LD ക്ലർക്കുമായിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും പടം പോകുന്നത്. അതല്ല തീം, അതല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒരു തീമിലോട്ട് പോകുന്നുണ്ട്. എന്തുവാ, ജയിലിൽ വെച്ച്. എങ്ങനെ ജയിലിലാവുന്നേ? ഏതൊരു ആൻറ്റിക്ക് കോണ്ടം കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കോണ്ടം കൊടുത്ത് അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിലാവുക. ഇപ്പം IPC വെച്ചാണ് കൊടുക്കുന്നത്. ഈ പോലീസുകാർ ഉടനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരൊക്കെ ആക്കുന്നുണ്ട്. ഈ മജിസ്ട്രേറ്റായിട്ട് വന്നേക്കുന്ന ആരാ? മജിസ്ട്രേറ്റായിട്ട് വന്നേക്കുന്നത് മനോജ് കെ ജയൻ. ഇതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഒരു സീനിൽ അങ്ങോട്ട് മജിസ്ട്രേറ്റായിട്ട് കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ റോളെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുക, കാപ്പി കുടിക്കുക, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുക, വൈകിട്ട് ഡിന്നർ കഴിക്കുക. എന്നിട്ട് പിന്നെ റിപ്പീറ്റ് അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ലഞ്ച്, ഡിന്നർ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് പുള്ളിയുടെ ഇതിനകത്ത് റോള്. അല്ല പ്രത്യേകിച്ച് റോളൊന്നും മനോജ് കെ ജയന് ചെയ്യാനില്ല. പിന്നെ പക്ഷേ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുന്തം അറിയാത്ത മജിസ്ട്രേറ്റായി. ഇപ്പോൾ IPC ഒക്കെ വെച്ച് IPC 354 വെച്ചാണ് കേസ് എടുത്തേക്കുന്നത്. IPC ഒക്കെ പോയിട്ട് നാൾ കുറേയായി. ഇപ്പം പുതിയ നിയമവും പുതിയ ആർട്ടിക്കിൾ വന്ന കാര്യമൊന്നും ഈ മജിസ്ട്രേറ്റൊക്കെ അറിയത്തില്ല. അപ്ഡേറ്റ് ആവണം. മജിസ്ട്രേറ്റ് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ആയാൽ നല്ലതായിരിക്കും. അപ്പം ഇവർ രണ്ടുപേരും കൂടി ഇവർ ജയിലിൽ പോവുക. അല്ല, മാത്യൂസ് ജയിലിൽ പോയിട്ട് അവിടെ കിടന്ന് ഈച്ചയായിട്ട് കാര്യം പറയുന്ന ഒരു ഈച്ച കിട്ടുന്നു. അങ്ങനെ അവർ തമ്മിൽ ഫ്രണ്ട്സ് ആവുന്നു എന്നുള്ള ഒരു രീതിയുണ്ട്. എന്ത് അപരാധം! സത്യം പറഞ്ഞാൽ ആ ഒരു സീൻ എന്തിനാണെന്ന് പോലും ഞാൻ ആലോചിച്ച് പോയി. ഈ ഈച്ചയുടെ തീം അതിനകത്ത് കൊണ്ടിടേണ്ട ആവശ്യം എന്തുവായിരുന്നു? സത്യം പറഞ്ഞാൽ ആ ഒരു ഈച്ച എന്ന് പറയുന്ന ഒരു പഴയൊരു ഈച്ച ഉണ്ടല്ലോ, രാജമൗലി ചെയ്ത്, ആ ഒരു ഈച്ചയ്ക്കെന്നാണെങ്കിൽ അതിനകത്തൊരു തീമുണ്ട്. ആ ഈച്ചയുടെ ഇത് കാണിക്കുന്നു പറഞ്ഞിട്ട് ഇതിനകത്ത് എന്തോ കാണിച്ചു വെച്ചേക്കുന്നത്? ഒരു ബന്ധമില്ലാത്ത ഈച്ചയുടെ സ്റ്റോറി, ഭയങ്കര ലാഗ്. അത് കഴിഞ്ഞിട്ട് ജയിലിൽ വെച്ച് വേറൊരു കോമഡി പീസ് ഐറ്റമാണ് ബാബുരാജിൻ്റെ കിടിലനൊരു പെർഫോമൻസ് ആണ്. എന്ന് പറഞ്ഞാൽ നല്ല വലിയ ഗുണ്ടയാണ് പുള്ളി ആണെങ്കിൽ ഇതേപോലെ ഇൻട്രോ തന്നെ സ്ലോ മോഷൻ ഇൻട്രോ ആയിട്ട് വന്നിട്ട് പോയിരുന്ന് തൂറുക, കക്കൂസി പോയിരുന്ന് തൂറുക. ഇതാണ് പുള്ളിയുടെ റോള്, ബാബുരാജിൻ്റെ റോൾ. ഇതാ കക്കൂസി പോയിരുന്ന് തൂറുക. ഇത്രയേ ഉള്ളൂ ബാബുരാജിൻ്റെ പരിപാടി അവിടെ വെച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട്
പിന്നെ എന്താ കുറേ അലവലാതി ക്യാരക്ടർമാരൊക്കെ വേറെയും വരുന്നുണ്ട് ഇതുപോലെ വെറുപ്പിക്കാനായിട്ട്. ഇതിനകത്ത് കുറച്ചെങ്കിലും ഒരു എന്തുവാ ഇച്ചിരിയെങ്കിലും ഒരു ആക്ടിങ്ങിൽ ഇച്ചിരി കാണിച്ചിട്ടുള്ളതാണ് ആ സ്പെയർ പാർട്സ് നടത്തുന്ന അവിടുത്തെ ആ കട നടത്തുന്ന ഒരു പുള്ളിക്കാരനുണ്ട്. ആ പുള്ളിക്കാരനെ അതിനകത്ത് കുറച്ചെങ്കിലും ഒരു മര്യാദയ്ക്ക് എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു എക്സ്പ്രഷനെങ്കിലും ഇട്ട് അഭിനയിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാം വെറുപ്പിന്. ഇതിൻ്റെ ഡയലോഗ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ബന്ധമില്ലാത്ത ഡയലോഗ്സ്. അന്നേരം ഉണ്ടാക്കിയെടുത്ത ഡയലോഗ്സാന്ന് തോന്നുന്നു. ഒരാൾ തമ്മിൽ കാര്യം പറയും അന്നേരം ഉണ്ടാക്കിയെടുത്ത ഡയലോഗ്സ്. അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും ഇല്ല, പറയാനൊന്നും ഇല്ല. ജോമോൻ ജ്യോതിറുണ്ട്. ജോമോൻ ജ്യോതിർ അറിയാലോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് ജോമോൻ ജ്യോതിർ. മറ്റേ ഈ ഗുരുവായൂർ അമ്പല നടയിലിനകത്ത് ആ പക്ഷിശാസ്ത്രജ്ഞനായിട്ട് വരുന്ന ആ ഒരു സീൻ പുള്ളിയുടെ കയ്യിൽ ഹ്യൂമറൊക്കെ പുള്ളി നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യും. ഇതിനകത്ത് കുറച്ച് വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട്. പുള്ളി ഇതുപോലെയൊക്കെയുള്ള പടത്തിൽ എന്തിനാ പോയി ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. പുള്ളിയുടെ ഒരു ഇഷ്ടം നമുക്കൊരു സിനിമയിലുണ്ട്. അത് നിലനിർത്തണമെങ്കിൽ നല്ല നല്ല സ്ക്രിപ്റ്റ് നല്ല രക്ഷയുള്ളൂ. അല്ലാതെ ഇതുപോലത്തെയൊക്കെ ഉള്ള രീതി കൊണ്ടുവരുന്ന ഇതേപോലത്തെ രീതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ വിലയാണ് പോകുന്നത്. നിങ്ങളെ വിലയിരുത്തും ഓരോരുത്തർ. അപ്പോൾ ആ ഒരു ഇതുപോലത്തെ ഒരു അലവലാതി സ്ക്രിപ്റ്റിൽ പോയി തല വെച്ച് കൊടുക്കാതിരിക്കുക, നല്ല സ്ക്രിപ്റ്റ് നോക്കി എടുക്കുക. ഇത് ഒരു വട്ടം കണ്ടു തീർത്ത പാട് എനിക്കറിയാം. അപ്പോൾ അത്രയ്ക്കും ഒരു ബോർ സിനിമയായിട്ടാണ് എനിക്ക് ഈ ലവ്ലി തോന്നിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ.